വണ്ടിപ്പെരിയാർ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പെൺകുട്ടിയുടെ മാതാവ് നൽകിയ പുനരന്വേഷണ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കുറ്റക്കാരനെ വെറുതെ വിടുകയും അപ്പീൽ നൽകുകയും ചെയ്ത കേസിൽ പുനരന്വേഷണം സാധ്യമാകുമോ എന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, എന്താണ് കോടതി നിരീക്ഷണം? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്നലെയാണ് ഈ ഹർജി കോടതിയുടെ മുൻപിലേക്ക് എത്തുന്നത്. വണ്ടിപ്പെരിയാറിൽ പെൺകുട്ടി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ ഈ ഹൈക്കോടതി മേൽനോട്ടത്തിൽ IPS ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ ആവശ്യം. ആ ഹർജി കോടതി ഇന്ന് പരിഗണനയ്ക്കെടുത്തു. പക്ഷേ കോടതി ഒരു സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഈ കേസിൽ പുനരന്വേഷണത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇതിൽ ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇതിൽ അന്വേഷണം നടത്തി ഇതിനോടകം കുറ്റക്കാരനെ വെറുതെ വിടുകയൊക്കെ ചെയ്ത കേസാണ്. അതിലൊരു പുനരന്വേഷണത്തിൻ്റെ സാധ്യത അത് തേടുന്നുണ്ട് കോടതി. എന്തായാലും ഈ ഹർജി ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് റിട്ട് ഹർജി വിട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് മറ്റ് അപ്പീൽ ഹർജികൾക്കൊപ്പം, സർക്കാർ അടക്കം നൽകിയ അപ്പീൽ ഹർജികൾക്കൊപ്പം ഈ ഹർജി കൂടി പരിഗണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ഈ നിയമപരമായ സംശയത്തിന് കോടതി തന്നെ ഒരു ഉത്തരം കണ്ടെത്തും. ശേഷമായിരിക്കും ഈ അപ്പീൽ പരിഗണിക്കുന്നത്. ശരി. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പെൺകുട്ടിയുടെ മാതാവ് നൽകിയ പുനരന്വേഷണ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. ശ്രീകാന്താണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.